കൂവളം കുമ്പളം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില പറമ്പുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നട്ടുപിടിപ്പിച്ച അതിൽ ഏതും ഉണ്ടാവും. കൊടുവേലി വേരും കൊണ്ട് ഈ ഉപ്പൻ കുഞ്ഞിനെ എവിടെയോ പൂട്ടിയിട്ട് ഒരു ചരിത്രം ഉണ്ടായി. ഉപ്പൻ കുഞ്ഞിനെ എടുത്താൽ ഈ കൊടുവേലി വേര് കൊണ്ട് ആ പൂട്ടെ തൊഴിയിച്ചപ്പോൾ പൂട്ട് വിട്ടുപോയെന്നും അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സംഗതി പത്രങ്ങളിൽ ഒരു തെറ്റായ ഒരു വാർത്ത വന്നു. ഞാൻ എന്തോ ഒരു ഭയങ്കരമായ തട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞ് ഇത് മറ്റാരോടോ ഞാൻ അടിച്ചു മാറ്റിയതാണ് എന്നും പറഞ്ഞ് ഞാനതിലെ അതൊക്കെ ഒന്ന് നടന്നു നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത വാഴകളുണ്ട്. അപ്പൊ 40 ഇനം വാഴകളെ 40 ഇപ്പൊ ഒരു 50 മേൽ വാഴയുണ്ട്. 50 ഇനങ്ങള് 50 മുകളിൽ. ആദിമകാലത്ത് എലി പിടിക്കുന്ന ആദിവാസികള് അവര് മട പൊളിച്ചിങ്ങനെ കയറുകയാണ്. ഈ മട പൊളിച്ച് കയറുമ്പോൾ മിക്കവാറും അവരുടെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ പാമ്പുകളൊക്കെ മടയെ കാണും. അവരുടെ ജന്മ പാമ്പ് കയറി കടിക്കും. പാമ്പ് കയറി കടിച്ചാൽ അന്നത്തെ കാലത്ത് വൈദ്യുസഹായോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോ 100 കിലോമീറ്റർ അകലെയായിരിക്കും. ഇവരന്നേരം 100 കിഴങ്ങ് 100 എന്ന് പറഞ്ഞ കിഴങ്ങ് അന്നേരം കടിക്കുകയാണ്. ഞാനിവിടെ കൃഷിക്ക് അനാവശ്യമായിട്ട് ഒത്തിരി പണികൾ നടത്താറില്ല, അനാവശ്യമായ വളപ്രയോഗവും ഇല്ല. അപ്പൊ ചെടികൾക്ക് വളരാനുള്ള സ്വാഭാവികമായ അവസരം കൊടുക്കും. സംഗതി വളരെ മിനപ്പെടുത്തിയ രീതിയിലുള്ള വളപ്രയോഗം നടത്തും. അപ്പൊ നമുക്കൊരു മികച്ച വിളവ് കിട്ടാറുണ്ട്. ഈ കരിമഞ്ഞൾ എന്ന് പറയുന്ന സാധനമൊക്കെ ഇന്ന് ലോകത്ത് ആഭിചാര പ്രക്രിയകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അല്ല, അവരാണ് ഇതിന് മാർക്കറ്റ് ഉണ്ടാക്കിയത്. മാധവത്ത് ജോസിയേട്ടൻ കൃഷി കാര്യങ്ങളിൽ ചില നൂതന കണ്ടുപിടുത്തങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി കേന്ദ്ര ഗവൺമെന്റ് അവാർഡോ കാര്യങ്ങളോ ഒക്കെ ഈ ജോസിയേട്ടന് കിട്ടിയെന്ന് അന്ന് പേപ്പർ മുഖേനയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അറിഞ്ഞിരുന്നു. അപ്പൊ അതേപ്പറ്റി ഈ ജോസിയേട്ടൻ ഒന്ന് വിശദീകരിക്കാവോ? എനിക്കിവിടെ വൻ വിപുലമായിട്ട് കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു. ഒരു 2000 അടുത്ത കാലഘട്ടത്തില്, 90-കളില്. അതെ. പക്ഷെ അത് ഒരുപാട് കോഴികൾ എനിക്ക് രോഗം ബാധിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പരീക്ഷണം നടത്തി. ഈ പെപ്പർ കുളുബ്രനം എന്ന് പറയുന്ന ചെടി ശേഖരിച്ച് അത് ഞാൻ അതിൽ കുരുമുളക് കൊടി ഒട്ടിച്ചു പിടിപ്പിച്ചു. അപ്പൊ രോഗബാധ ഉണ്ടായി. കൊടി പോയിടത്തെല്ലാം ഇത് നട്ടപ്പോൾ നന്നായിട്ട് വളരെ നല്ല കാവലം കിട്ടുകയും ചെയ്തു. അവർക്ക് രോഗബാധ ഇല്ലാതെ വന്നു. രോഗമില്ലാതെ വന്നു. രോഗബാധ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് കുരുമുളക് കുടിച്ചു നോക്കാൻ പറ്റിയല്ലോ. ഗ്രാഫ്റ്റിംഗ് നടത്തി. അതെ. ഗ്രാഫ്റ്റിംഗിന്റെ രീതി എന്തായിരുന്നു അന്നത്തെ? അല്ല, അതിങ്ങനെ വെറുതെ വി ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുക, വി ഷേപ്പിൽ മറ്റേ കീറുക, അതിന് ഇറക്കി വെക്കുക, ചുറ്റി കെട്ടുക. എന്തിനാ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്? പെപ്പർ കൊളുബ്രിനം എന്ന് പറയുന്ന ചെടിയല്ലേ? പെപ്പർ കൊളുബ്രിനം. ഈ കൊളുബ്രിനം എന്ന് പറയുന്ന ചെടിയുടെ സവിശേഷത എന്താണ്? അല്ല, അതിന് രോഗബാധ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇല്ല. എങ്ങനെ മനസ്സിലാക്കി? അല്ല, അതേ സംബന്ധിച്ച് എന്തോ റിസർച്ച് നടത്തുന്നതായിട്ട് നമുക്ക് ഇവിടുത്തെ വായിച്ചൊരു അറിവുണ്ടായിരുന്നു. ആ ചെടി ഉപയോഗിച്ചെന്തോ റിസർച്ച് ചെയ്യുന്നതായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ചെടി ശേഖരിക്കാൻ പോയത്. അതെനിക്ക് കോഴിക്കോട് അടുത്ത് പെരുവണ്ണാമൂടി ഒരു NRC സർക്കാർ പോയ ഒരു ഫാം ഉണ്ട്, സുഗന്ധവള ഗവേഷണ കേന്ദ്രം. അപ്പോൾ തിപ്പലി അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ആ തിപ്പലി അല്ല, അത് അതിന്റെ യഥാർത്ഥ പേര് പെപ്പള കൊളുബ്രിനം. പക്ഷെ ആളുകൾ തിപ്പലി എന്ന് പറയുന്നുള്ളൂ. അതിന്റെ ആദ്യമായിട്ട് അങ്ങനെ ചെയ്ത് ഒരു പ്രായോഗികമായിട്ട് കൃഷിയെടുത്ത് ചെയ്ത്. അപ്പൊ ഈ തിപ്പലിക്കൊക്കെ ഇപ്പോൾ മൊത്തം ഒരു തെപ്പിലിക്കൊക്കെ വൻ മാർക്കറ്റില്ലേ? ഭയങ്കര വിലയ്ക്ക് 3000 രൂപയ്ക്ക് മാർക്കറ്റ് വരുന്നില്ലേ? അത്രയും വിലയുണ്ടോ? അത്രയൊക്കെ നടന്ന് കേൾക്കുന്നു. ഞാനിവിടെ അനേകായിരം പേർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തെപ്പിലിയിൽ 3 സൈസ് ഉണ്ടെന്നറിയോ? വെള്ള, ചുമല. ആ തെപ്പിലി വേറെ, ഇത് കൊളുബ്രിനം വേറെ. കൊളുബ്രിനം തെപ്പിലിക്ക് ഒറ്റ കളറേ ഉള്ളൂ, ചുമല. ചുമലയല്ല. പിന്നെ തവിട്ട് നിറമുള്ളോ? അത് സാധാരണ പച്ചനിറ. പച്ചനിറമുള്ള ഇങ്ങനെ കുരുമുളക് ആദ്യം തിരിയിടുന്ന പോലെ തിരിയായിട്ട് നിൽക്കുന്നത് അല്ലേ? സാധനമല്ലേ? അത് പച്ചത്തിപ്പിലിയായിട്ടാണ് ഡിമാൻഡുള്ളത്. അപ്പൊ ഈ കൃഷി രീതികളൊക്കെ വികസിച്ചപ്പം അവാർഡ് കിട്ടാനുള്ള സാഹചര്യം കേന്ദ്ര ഗവൺമെന്റ് കൃഷി വകുപ്പ് ചെയ്യുന്ന. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പത്രങ്ങളിൽ എഴുതുന്ന ഒരു രീതി സ്വഭാവം എനിക്ക് അന്നുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ പത്രങ്ങളും, ദീപിക, മംഗളം, ഈ 2 പത്രത്തിൽ സ്ഥിരമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ കണ്ടപ്പം ഞാനത് ആദ്യം ഞാൻ മംഗളം ദിനപത്രത്തിൽ എഴുതി, അതിന്റെ ഫോട്ടോസ് എഴുതി. അതൊരു ഫുൾ പേജ് ആർട്ടിക്കിൾ ആയിരുന്നു. അപ്പൊ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പേര്, ആയിരക്കണക്കിന് പേര് എന്നെ വിളിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് പേര്. അപ്പോൾ ഉടനെ എന്നെ ദീപികയെന്ന് വിളിച്ചു, ഒരു ആർട്ടിക്കിൾ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ദീപികക്കാർക്ക് എഴുതി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സംഗതി എന്നോട് ഇവിടെ മറ്റേ പീരുമാടി ഡെവലപ്മെന്റ് സൊസൈറ്റി PDS അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു അവാർഡിന് അർഹതയുണ്ട്, നിങ്ങളെ ശുപാർശ ചെയ്യാം, അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. സർക്കാർ മുഖേനയല്ലേ, ഗവൺമെന്റ് മുഖേനയല്ലേ ഈ അവാർഡിന്റെ ശുപാർശ വന്നേ? അല്ല, ശുപാർശ PDS-നെ അവരെ ഏൽപ്പിച്ചിരുന്നത്. അന്ന് കേരളത്തിലെ ചുമതല PDS-നായിരുന്നു. അതെ, PDS അവർക്ക് റെക്കമെൻഡ് ചെയ്യും, അത് കഴിഞ്ഞ് അവരെ ആൾക്കാർ വന്ന് ഇൻസ്പെക്ട് ചെയ്യും. പീരുമാടി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ കാർഷിക സംഘടനയല്ലേ PDS? അതെ. ഈ PDS ശുപാർശ ചെയ്ത് വിട്ടു, അവാർഡ് വന്നു. ഈ അവാർഡുമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ അങ്ങനെയൊക്കെ ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ.
കൃഷി അല്ല മേഖല PDS ശുപാർശ കൊണ്ട് മാത്രമല്ല എനിക്ക് അവാർഡ് കിട്ടിയത്. സംഗതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് സംഭവം കണ്ട് ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സംഗതി എല്ലാം സൈറ്റ് പരിശോധിച്ചു. എല്ലാം പരിശോധിച്ച് ചെടികളെല്ലാം നേരിട്ട് കണ്ടതിന് ശേഷമാണ് ആ, എനിക്ക് അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടി. പിന്നെ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സംഗതി പത്രങ്ങളിൽ ഒരു തെറ്റായ ഒരു വാർത്ത വന്നു. ഉം. ഞാൻ എന്തോ ഒരു ഭയങ്കരമായ തട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞ് ഇത് മറ്റാരോടോ ഞാൻ അടിച്ചു മാറ്റിയതാണ് എന്നും പറഞ്ഞ് നമ്മളതായ സ്വയാവകാശത്തിലുള്ളതല്ല, അല്ല മറ്റാരുടെയോ അപകരിച്ചാണ്. ആ, അങ്ങനെ വരാനുള്ള കാരണം എന്തായിരുന്നു? അല്ല ഇവന്റെ ഈ അവകാശവാദം ഉന്നയിച്ചാൽ കൊള്ളാൻ താല്പര്യമുള്ള ആൾ വേറെ ഉണ്ടായിരുന്നു. കാരണം കണ്ടപ്പോ സംഗതി അവർക്കൊരു അത് അവർക്ക് ഈ നിലയിൽ എത്താൻ മേലാഞ്ഞിട്ടോ അവാർഡ് സംബന്ധിച്ച് അവർക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് കിട്ടാതിരുന്നിട്ടോ ഉള്ള അല്ല അവരാഗ്രഹിക്കാനുള്ള സംഗതി അന്നിങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ആർക്കും അറിവില്ല. അറിവില്ല. കാരണം അന്ന് ആകെ മൊത്തം ആളുകൾക്ക് അറിവുള്ളത് ഞാൻ ഇതേക്കുറിച്ച് മംഗളം പത്രത്തിൽ എഴുതിയ പേപ്പറിലാണ് ആദ്യം വരുന്നത്. പിന്നെ ഞാൻ അത് ദീപേ വന്നു, പിന്നെ ഇപ്പോൾ സ്പൈസ് ഇന്ത്യ വന്നു. അന്ന് ഏറെ മലയാളം പത്രങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ അതിന് ദേശീയ പത്രങ്ങളെല്ലാം കുറിച്ച് വാർത്ത വരികയുണ്ടായി. പക്ഷെ പത്രങ്ങളെല്ലാം വാർത്ത വന്നു കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ സംഗതി ഇങ്ങനെ ചിലരിങ്ങനെ തർക്കം ഉന്നയിച്ചപ്പോൾ അവർ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വരെ സംഗതി പിന്നെ മുഴുവൻ പത്രങ്ങളിലും മലയാള പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും മുഴുവൻ സംഗതി വേറെ തെറ്റായ വാർത്ത വന്നു. നമ്മൾ ഈ പറഞ്ഞ തട്ടിപ്പ് കാണിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കോട്ടയത്തെ മനോരമ ചെന്ന് ചോദിച്ചു, അവര് വല്ലതും എന്തെങ്കിലും കാണിക്കാറുണ്ടോ? ഞാനൊക്കെ പേപ്പറൊക്കെ കാണിച്ചു. കണ്ടു കഴിയുമ്പോൾ സംഗതി അവർ എക്സ്ക്യൂസ് പറഞ്ഞു. സംഗതി പറഞ്ഞാൽ അവർ തെറ്റായ വാർത്ത കൊടുത്തതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് മനോരമക്കാരാന്ന് എഴുതിയായിരുന്നു. തിരുത്തു വന്നായിരുന്നു. മാതൃഭൂമിയിലും അത് തന്നെ. ഞാൻ പിന്നെ വേറെ പത്രങ്ങളൊന്നും പോയില്ല. കൃഷിയുടെ കൂടെ തന്നെ ചെറിയ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നല്ലോ, ഹെർബൽ ടൂത്ത് വേസ്റ്റ് അങ്ങനെയൊക്കെ വിപണിയിൽ ഇറക്കിയായിരുന്നല്ലോ. അതേപ്പറ്റി അതിന്റെ അനുഭവം ഞാനങ്ങളോ കാര്യങ്ങളോ ഒന്ന് വിശദീകരിക്കാവോ? ഹെർബൽ ടൂത്ത് പൗഡർ ഉണ്ടാക്കി ഞാൻ ഉപയോഗിച്ച കുഴപ്പം എനിക്ക് വളരെ തൃപ്തി തോന്നി. അപ്പൊ ഞാൻ അത് ചില ഡെന്റിസ്റ്റുകൾക്കും പിന്നെ ചില ആയുർവേദ വൈദ്യശാലകൾക്കും കൊടുത്തു. അപ്പൊ അവരും ഇങ്ങനെ പലർക്കും കൊടുത്ത് എന്നോട് ഓർഡർ തരാൻ തുടങ്ങി. സാധനം ബൾക്കായിട്ട് ഉണ്ടാക്കി പോര്, കുഴപ്പമില്ല. അപ്പൊ അവർക്ക് ഒരു തവണ ചിലപ്പോൾ പല തവണ ഇടയ്ക്ക് പരേക തവണ മേടിച്ച് അവർ പലരും പരീക്ഷിച്ച് നോക്കിയതിനു ശേഷമാണ് പോരട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർഡറുകളായി. അപ്പൊ ഓർഡറുകളായി കഴിഞ്ഞപ്പോൾ സംഗതി പറഞ്ഞു. അപ്പം ഇതിനകത്ത് അവർ രജിസ്ട്രേഷൻ എടുത്തല്ലേ മതിയാവുള്ളൂ. രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ പോയപ്പോഴും പിന്നെ ലാബ് റിപ്പോർട്ട് എടുക്കണം. അതായത് നല്ലൊരു പൈസ കൊടുത്ത് ലാബ് റിപ്പോർട്ട് ഉണ്ടാക്കി. ഈ ലാബ് റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞ സംഗതി പറഞ്ഞാൽ വീണ്ടും രജിസ്ട്രേഷൻ ചോദിച്ചപ്പോഴാണ് സംഗതി അന്നത്തെ നമുക്ക് സ്വന്തം ലാബ് വേണം. സ്വന്തം ലാബും അവിടെ ഫുൾ ടൈം ഡോക്ടറും അത്യാവശ്യം വേണം സ്റ്റാഫുകളിൽ ഉണ്ടാകണം, ടെക്നീഷ്യനും ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഒരു ലാബ് സ്ഥാപിക്കണമെങ്കിൽ എത്ര കോടി രൂപ മുടക്ക് വരും. അപ്പൊ എന്നോട് പറഞ്ഞ ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ചു, സാറേ ഞാൻ ഇത് 2 or 3 പേരെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ പണി കൊടുക്കുമ്പോൾ സംഗതി ആ കൂടുതൽ ഇങ്ങനെ ലാബ് വെച്ച് സംഗതി ലാബിലേക്ക് ആവശ്യമാണ് ഡോക്ടർക്ക് ശമ്പളം കൊടുക്കുന്നത് എത്ര രൂപ എനിക്ക് മുടക്ക് വരും. അതിനുള്ള സാമ്പത്തിക അവസ്ഥ നമുക്കില്ല. അല്ല ഉണ്ടേ തന്നെ നമ്മളെ വേറെ പഴക്കെടുത്ത കാര്യമിരിക്കുന്നത്. കാരണം ലാഭം എന്ന് പറഞ്ഞാൽ വേറെ ഒരു വലിയ ഫാർമസി ഇപ്പൊ കോട്ടയ്ക്കലും അതുപോലെ വലിയ അവർക്കൊക്കെ ലാഭമുണ്ട്. അത് നിലവാരത്തോളം ലാഭം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതിപ്പോ നമ്മളെ കാരണം 2 പേരെ ചെയ്ത് ഈ പ്രസാദം നമുക്ക് മാത്രം പൈസ തിരിച്ചു വരുമോ? ഒരു അരിപ്പൊടി ഫാക്ടറി തുടങ്ങിയെന്നും കേട്ടായിരുന്നു. അപ്പൊ അതേപ്പറ്റി ഒന്ന് വിശദീകരിച്ച കാര്യങ്ങളൊന്നും വ്യക്തമാക്കാവോ? ടൂത്ത് പൗഡറിന്റെ പരിപാടി നടക്കുകയില്ലാന്ന് കണ്ടപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ അരിപ്പൊടി കമ്പനി ആയിക്കോട്ടെ എന്ന് വെച്ചു. ഈ അരിപ്പൊടി കമ്പനിക്ക് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സഹായങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലാണോ അവരുടെ നിർദ്ദേശപ്രകാരമാണോ സ്വയം ഉള്ള തീരുമാനം? അല്ല, സ്വന്തം താല്പര്യത്തിൽ തുടങ്ങിയതാണ്. അതിന് സർക്കാരിന്റെ രജിസ്ട്രേഷൻ വേണം. പിന്നെ നമുക്ക് ചില സബ്സിഡി ഒക്കെ കിട്ടും. സബ്സിഡി ഉണ്ട്. അതിന്റെ തുടക്കത്തിലെ ആരംഭ കാലഘട്ടങ്ങളെ അതിന്റെ നടപടിക്രമങ്ങള് അതിന്റെ രീതികളൊക്കെ ഒന്ന് വിശദീകരിക്കാവോ? അല്ല, ആദ്യം തുടങ്ങിയത് സംഗതി ഒരു 10 HP മോട്ടറും പിന്നെ ഒരു ചാക്ക് ഈ വറക്കുന്ന റോസ്റ്റർ തുടങ്ങിയത്. അത് പിന്നെ ഇപ്പൊ സംഗതി അപ്പോൾ അന്ന് നമ്മുടെ ഉണ്ടായിരുന്ന ആസ്തി സ്വന്തം കാശ് മുടക്കി തന്നെ തുടങ്ങി. അതെ. അതിന് ശേഷമോ? അല്ല, അതിനുശേഷം നമുക്ക് ബൾക്കായിട്ട് ഓർഡർ വരാൻ തുടങ്ങി. സംഗതി ഈ പറഞ്ഞ വ്യാപാരം നല്ല രീതിയിലേക്ക് പോകാൻ തുടങ്ങി. നല്ല ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പം ധാരാളം ഓർഡർ ഉണ്ട്. അപ്പൊ നമുക്ക് പോയി സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനാണ് വിപുലീകരിച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടു. പക്ഷെ നമുക്ക് ഈ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം സർക്കാരിന്റെ ഇപ്പോഴത്തെ പുതിയ നയം അനുസരിച്ച് സംഗതി ഒരുപാട് നൂലാമാലകളുണ്ട്. ആ നൂലാമാലകളെല്ലാം പരിഹരിച്ച് നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് 2016 തുടങ്ങി വെച്ച പരിപാടി 2021 5 വർഷം എടുത്ത് നമുക്ക് പൂർത്തിയാക്കാനായിട്ട്. അതായത് അതിന്റെ കമ്പനിയുടെ വികസനം യന്ത്രഭാഗങ്ങള് എല്ലാം നമ്മൾ എത്തിച്ച് സർക്കാർ സഹായത്തോടു കൂടി കാര്യം എടുക്കാൻ 5 വർഷത്തെ താമസം എടുത്തു. അപ്പൊ അതിനിടയ്ക്ക് സംഗതി ഒരു അവസ്ഥ പറ്റി. എന്റെ പഴയ പ്ലാന്റ് മൊത്തം പൊളിച്ചു മാറ്റിയിട്ടാണ് പുതിയത് പണിത്. അപ്പൊ ആ പഴയ പ്ലാന്റ് പൊളിച്ചു മാറ്റിയ സമയത്താണ് കോവിഡ് വന്നത്. അതോടെ എല്ലാം പൂർത്തിയായി. സാമ്പത്തിക നഷ്ടം ഒരുപാട് ഉണ്ടായി. അല്ല, സാമ്പത്തിക നഷ്ടത്തെക്കാൾ കൂടുതൽ സംഗതി നമ്മുടെ ബിസിനസ് മുഴുവൻ പോയിട്ടുള്ളത് നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് വിട്ടുപോയെന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഇത് പുനരുദ്ധാരണം നടത്തി കാര്യങ്ങൾ നടത്തി വീണ്ടും കസ്റ്റമേഴ്സിനെ തിരിച്ചെടുക്കേണ്ടി വന്നു. ആ കസ്റ്റമേഴ്സ് അല്ല വേറെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പറ്റി.
അല്ല അന്നേരം നമുക്ക് പോയാൽ മുഴുവൻ പേരെ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല. കോവിഡ് കാലത്ത് ചിലരൊക്കെ ഒഴിവായി പോയി. അതെ, ആണെങ്കിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് നമുക്ക് ഒരുപാട് ഓർഡർ വന്നതാണ്. പക്ഷെ അന്നേരം നമുക്ക് ഇവിടെ നമ്മൾ പൊളിച്ചിരിക്കുന്നത് നമുക്ക് ഉള്ള വർക്ക് നടത്താൻ പറ്റാത്ത സാഹചര്യം. കാരണം നമുക്കൊരു 1.25 വർഷം 2 വർഷത്തിൽ താഴെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഈ കൃഷിയും ബിസിനസ്സോട് ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതിൽ കൃഷിയിൽ നിന്നാണോ ജോസിയേട്ടനുള്ള വരുമാന നേട്ടം, ബിസിനസ്സിൽ നിന്നുള്ള അരിപ്പടി, ഈ ഫാക്ടറിയിൽ നിന്ന് അതിന്റെ ആ നേട്ടങ്ങള് അതിന്റെ ഇതൊന്ന് വിശദീകരിച്ച് തരാമോ? എനിക്ക് ഇത് രണ്ടും ഒന്നുപോലെ തന്നെയാണ്. കൃഷിയിൽ നിന്ന് എനിക്ക് കാര്യമായ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് എനിക്ക് ലാഭം കിട്ടാറുണ്ട്. പലപ്പോഴും വലിയ ദോഷം സംഭവിച്ചിട്ടില്ല. ലാഭം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഞാനിവിടെ കൃഷിക്ക് അനാവശ്യമായിട്ട് ഒത്തിരി പണികൾ നടത്താറില്ല, അനാവശ്യമായ വളപ്രയോഗവും ഇല്ല. അപ്പൊ ചെടികൾക്ക് വളരാനുള്ള സ്വാഭാവികമായ ഒരു അവസരം കൊടുക്കും. സംഗതി വളരെ ചെറിയ രീതിയിലുള്ള വളപ്രയോഗം നടത്തും. അപ്പൊ നമുക്കൊരു മികച്ച വിളവ് കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് ദോഷം വരാറില്ല. പിന്നെ ചില സമയത്ത് ബലടിയൊക്കെ വരുമ്പോ ചിലപ്പോൾ ഈ പറഞ്ഞ അങ്ങനെ സംഭവിക്കാം. കാലാവസ്ഥ വ്യതിയാനം മൂലമൊക്കെ വരാം. ബിസിനസ് എന്നുള്ളതിന് കോട്ടമില്ലല്ലോ. കോട്ടമൊന്നുമില്ല. കൃഷിയിൽ തന്നെയാണേലേ ജോസിയേട്ടന് വ്യത്യസ്തമായ പലയിനം കൃഷിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഒന്ന് നടന്നു നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത വാഴകളുണ്ട്. അപ്പൊ ജോസിയേട്ടന് 40 ഇനം വാഴകൾ. 40 ഇപ്പൊ ഒരു 50 മേൽ വാഴയുണ്ട്. 50 ഇനങ്ങൾ, 50 മുകളിൽ വെറൈറ്റീസ്. ഇതൊക്കെ സ്വന്തമായി സംഘടിപ്പിച്ചതാണോ, ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതാണോ, സ്വന്തമായി ഇവിടെ തന്നെ വികസിപ്പിച്ച് എടുത്തതാണോ? ഇവിടെ വികസിപ്പിച്ചതൊന്നുമല്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ കുറെയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ കുറെ സാധനം ഇവിടെ വരാറുണ്ട്. കാരണം പലരും എന്നെ വിളിക്കാറുണ്ട്. കാരണം അവർക്ക് ഇന്ന സാധനം കൊടുക്കാവോ, കൊടുത്തരാം. അപ്പൊ അവര് ചിലപ്പോൾ ചിലതൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നതിന്റെ വാങ്ങുന്നതിന്റെ മൂല്യമല്ല നോക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് അവരെ ഇരിക്കുന്നത് എനിക്ക് ആ മൂല്യമുള്ളതാണ്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ കണ്ടതിൽ ഒരു സവിശേഷതയെ, ഞാനിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കൃഷിയെ സംബന്ധിച്ച് അതിന്റെ അളവിനും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാനാ നമ്മുടെ സുഹൃത്തൊക്കെ വിളിക്കാറുണ്ട്. അല്ലെ, ഈ മുന്തിരിപ്പേര എന്ന് പറയുന്ന സാധനം ഇന്നിപ്പോ എന്റെ ജീവിതത്തിൽ ആദ്യം കാണുകയാണ്. മുന്തിരിപ്പേര ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്, എങ്ങനെയാണെന്ന് നമുക്കൊരു പിടിയില്ല. മുന്തിരിപ്പേര എങ്ങനെ കൃത്യമായിട്ട് മുന്തിരി കായ്ക്കുന്ന പോലെ അതിന്റെ കൊലത്തൂക്കം അല്ലേ, അതൊന്നും കേരളത്തിൽ ചിലപ്പോൾ വളരെ അപൂർവമായിരിക്കും. മറ്റിടത്ത് ഉണ്ടോന്ന് പോലും അറിയത്തില്ല. ഉണ്ട്, ചുരുക്കമായിട്ടുണ്ട്. അല്ലെ, ചുരുക്കമായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അവർക്ക് ഇതേപ്പറ്റി അറിയത്തില്ലായിരിക്കാം എന്ന് തോന്നുന്നു. ആ സാധനം എന്റെ അറിവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഭഗവേദത്തില് ചില സ്ഥലങ്ങളിൽ കാണാം നീലക്കൊടുവേലി എന്ന് പറയും. പക്ഷെ ഇതിന് വേറെ വ്യത്യാസം. ഈ നീലക്കൊടുവേലി എന്ന് പറയുന്നത് ഇല്ലിക്കൽ ഭാഗത്ത് കാണുന്നതും ഇവിടെ കാണുന്നതും മൂന്നാറിൽ കാണുന്നത് നീലക്കുറിഞ്ഞി എന്നൊക്കെ പറയും. രണ്ടൊരു സമാനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നീലക്കുറിഞ്ഞി വേറെയാ. നീലക്കുറിഞ്ഞി നീലക്കൊടുവേലി രണ്ടാ. നീലക്കൊടുവേലി എന്ന് പറഞ്ഞ സാധനം വളരെ അപൂർവമായിട്ടും വേറൊരു പ്രത്യേകതയുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഉണ്ടാകുകയും ചെയ്യുള്ളൂ. ഇപ്പൊ കുമ്പളം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില പറമ്പുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നട്ടുപിടിപ്പിച്ചാൽ അതിൽ ഏതും ഉണ്ടാവും. ഞാൻ കുഴിച്ചാൽ ഒന്നും പോവുകയല്ല. അത് ഓരോ കൈഗുണം അല്ലെങ്കിൽ ഓരോ ഈ അതിനൊക്കെ പണ്ട് കാരണവന്മാര് പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ എറിഞ്ഞാൽ പാറപ്പുറത്ത് എറിഞ്ഞാലും കിടക്കുമെന്ന് പറഞ്ഞാൽ ഓരോ നന്മയുടെ അല്ല ശരീരത്തിന്റെയോ ഓരോ നൈപുണ്യത്തിന്റെയോ ഒക്കെ ഓരോ പ്രത്യേകതയുണ്ട്. പിന്നെ കൊടുവേലി എന്ന് പറയുന്നത് കൊടുവേലി ഒരെണ്ണ അല്ല, കൊടുവേലി 3 സൈസ്. നീലക്കൊടുവേലി, വെള്ളക്കൊടുവേലി, ചുമലക്കൊടുവേലി. ഇതിൽ ചുമലക്കൊടുവേലിയാണ് ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഈ കൊടുവേലിയെ കുറിച്ച് ഒത്തിരി ഐതിഹ്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ച് കൊടുവേലിയെ പറ്റിയ ഐതിഹ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് അതിന്റെ ഉദാഹരണ സഹിതമുള്ള നൂറ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ മീനച്ച താലൂക്കിൽ തന്നെയാണ് ഇല്ലിക്കല്ല് എന്ന് പറയുന്ന പ്രദേശം. അവിടെ 100 കണക്കിന് ആൾക്കാർ ദിവസം വരുന്നുണ്ട്. ആ ഇല്ലിക്കല്ലിന്റെ മുകളിലൊരു കുളമുണ്ട്. ആ കുളത്തിൽ ഏതോ സാഹചര്യങ്ങളുണ്ടായ ഒരു സസ്യമാണ് കൊടുവേലി. ഈ കൊടുവേലിക്ക് നീല പൂവാണ്. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്ന പക്ഷികൾ. അപ്പോൾ അങ്ങനെ ഈ കൊടുവേലി വേരും കൊണ്ട് ഈ ഉപ്പൻ കുഞ്ഞിനെ എവിടെയോ പൂട്ടിയിട്ട് ഒരു ചരിത്രമുണ്ടായി. ഉപ്പൻ കുഞ്ഞിനെ എടുത്ത് ഈ കൊടുവേലി വേര് കൊണ്ട് ആ പൂട്ടെ തൊഴിയിച്ചപ്പോൾ പൂട്ട് വിട്ടുപോയെന്നും, അതുപോലെ തന്നെ കൊടുവേലി വേരുകളിൽ ആ ഭാഗത്തുള്ളവർ പറയുന്ന അധികം ഈ കൊടുവേലി ചെടി ഒരു ചാക്ക് അരികൾ കൊണ്ട് തൊഴിയിച്ചാൽ അത് ഇരട്ടിയാകും. ഇരട്ടിയേ ഞാൻ വേറൊരു ചരിത്രം കേട്ടിരിക്കുന്നത്, കൊടുവേലി ഇല വിശ്വാസപൂർവ്വം നമ്മുടെ പണപ്പെട്ടിയിൽ നിക്ഷേപിച്ചിരുന്നാല് അത് ഓരോ ദിവസവും ഓരോ 24 മണിക്കൂർ ഇരട്ടിച്ചോണ്ടിരിക്കും. അപ്പൊ സംഗതി കോടികളാകാൻ അതിമാത്രം സമയമൊന്നും വേണ്ട. വെറും ഒരു വെള്ളിരൂപ തൊട്ട് വെച്ചിരുന്നാല്. അതുപോലെ ഒരുണ്ട് സ്വർണ്ണത്തെ കൊടുവേലിയെല്ലാം മുട്ടിച്ച് 1 പവൻ 2 പവനാവൂല്ലേ, 2 പവൻ 5 പവൻ 10 പവനാ. ഇങ്ങനെ ഇതെങ്ങനെ 100 പവൻ 200 പവൻ വർദ്ധിച്ചോണ്ടിരിക്കുന്ന ആൾ. അങ്ങനെ വളരെ അപൂർവം എന്തോ മീനച്ച താലൂക്കിൽ എന്നോ ഇവിടെ പാലായിലെ കടത്തുവള്ളം ഉണ്ടായിരുന്ന കാലത്ത്, ആലപ്പുഴയിൽ ചരക്കൊണ്ടിരുന്ന കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന അന്ന് എന്തോ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സാധനം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ആർക്കും കിട്ടിയിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കഥകളും ഒത്തിരി വിശ്വാസങ്ങളും ഉപ്പം പക്ഷികൾക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. അല്ല, ഇങ്ങനെ ഒത്തിരി കഥകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സംഗതി ഒത്തിരി കഥകൾ പ്രചാരത്തിലുണ്ട്. സംഗതി ആളുകൾ ഉപ്പം പക്ഷിയുടെ കുഞ്ഞിനെ ഈ പൂട്ട് പിടിച്ചപ്പോൾ ആ ഉപ്പം കൂടെ സ്വർണ്ണമായെന്നും പറയുന്ന കേട്ടോ. അല്ല, ഇതൊന്നും നമുക്ക് തെളിയിക്കപ്പെടാവുന്ന പ്രൂവൺ ഹിസ്റ്ററി ഇല്ല. അപ്പൊ ഇതൊന്നും ശരിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സാധനം സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ട് വെച്ചുപിടിപ്പിച്ചത്. ഇതിന്റെ പൂവിന് ഏത് നിറമുള്ളതാണ്? ഒരു ഏറെ നീല നിറം, നീലക്കടത്തല്ലേ പൂ നിൽക്കുന്നത്, ചെറിയ പൂ അല്ലേ? അല്ല, ഇത് പൂർണ്ണ വളർച്ചയിലാകുമ്പോഴേ പൂർണ്ണ നീലയാവുള്ളൂ. അല്ലല്ലല്ല, ഉണ്ടാകുന്ന ചെറിയ ഇളം വെളുപ്പുണ്ട്. പിറ്റേ ദിവസം ഒരു നീലക്കടറാവും. കൊടുവലിനെ ഇപ്പം എന്റെ ഇപ്പം മറ്റേ നീലക്കൊടുവിലുണ്ട്, ചുമലക്കൊടുവിലുണ്ട്, വെള്ളക്കൊടുവിലുണ്ട്. ഇതിൽ ചുമലക്കൊടുവിലാണ് ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മളിപ്പം വേറെ ഒരു ഇഞ്ചിയുടെ കാര്യം പറഞ്ഞാല്, ഇഞ്ചി കയ്പുള്ള ഇഞ്ചിയുണ്ട്, മഞ്ഞ ഇഞ്ചിയുണ്ട്, ചുമല ഇഞ്ചിയുണ്ട്. അങ്ങനെ ഇഞ്ചിയുടെ നിരവധി വർഗ്ഗങ്ങളുണ്ട്. അതിൽ ഈ മറ്റേ കയ്പുള്ള ഇഞ്ചിക്ക് യാതൊരു ഉപയോഗവും ഇല്ല. അതെന്തോ ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. കയ്പുള്ള ഇഞ്ചി എന്ന് പറഞ്ഞാൽ മറ്റേ ഇഞ്ചി സത്തൊക്കെ എടുക്കാൻ. കയ്പുള്ള ഇഞ്ചി ഇങ്ങനെ പടർന്ന് കിടക്കുന്ന മലയിഞ്ചി എന്നും പറയാം. മലയിഞ്ചി വേറെയുണ്ട്, മലയിഞ്ചി ഇവിടെയുണ്ട്. മലയിഞ്ചി ഒരു ഔഷധമാണ്. ഇഞ്ചികളിൽ തന്നെ പലതരം ഉണ്ടെന്ന്. അത് വ്യത്യസ്തമായ രീതികളിലുള്ള ഇഞ്ചികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ ഇത് വ്യത്യസ്തമുള്ള ഈ ഇഞ്ചി തരങ്ങളെ എവിടുന്ന് സംഘടിപ്പിച്ച് ഇവിടെ തന്നെ ഉണ്ടായതാണോ അതോ പലയിടത്തുനിന്ന് കളക്ട് ചെയ്തതാണോ, എങ്ങനെ അതൊരു വിശദീകരിച്ച് തരാമോ? അത് ഒരെണ്ണം കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ മറ്റെന്തെങ്കിലും വെറൈറ്റി കിട്ടി അത് ഞാനിവിടെ കൊണ്ടുവന്ന് കുഴിച്ചു വെക്കും. അല്ല, അത് തമ്മിൽ ഗ്രാഫ്റ്റിംഗോ ഒന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ അത്യാവശ്യം ഗ്രാഫ്റ്റ് ചെയ്യണോടെ ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മള് കുരുമുളക് ചോദിച്ചോ. ഇപ്പോൾ 4-5 സൈസ് ഇഞ്ചി ഉണ്ടോ? ഇഞ്ചി നാളെ ഇഞ്ചി ഒരു 20 ഇഞ്ചി ഉണ്ടായി കഴിഞ്ഞ വർഷം. അതിനകത്ത് കുറെ ഈ മഞ്ഞിഞ്ചിയൊക്കെ നീറിപ്പോയി, ചുമല നീറിപ്പോയി. അത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടോ സമയത്ത് അവസാനം ഒരു കഴിഞ്ഞ വർഷം ഇഞ്ചിക്ക് ഒരു കേടുണ്ടായല്ലോ, അങ്ങനെ ഒത്തിരി പോയി. പിന്നെ ഇപ്പോൾ എനിക്ക് ഇച്ചിരി വയ്യായി ആയിരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ രണ്ടും കൂടെ പറ്റി. നമ്മുടെ ശ്രദ്ധ അവിടെ ചെല്ലാതെ പോയി. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ പ്രത്യേക ഇതിലുള്ളത്? ചേന തന്നെ ഒരു 6-7 ഐറ്റം ഉണ്ട്. ചേന അതിൽ ഒരെണ്ണം ചേന ഒരു 9 മാസം മൂപ്പുള്ളതാ. അതൊരു ജനുവരി അവസാനത്തോടുകൂടി തണ്ട് വീഴുള്ളൂ. പക്ഷെ അതെങ്ങനെ ഒരു മോട്ടത്തെ 3 എണ്ണമൊക്കെ വരുന്നതാണ്? അല്ലല്ല, സാധാരണ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. മിക്കവാറും വിളവെന്ന് പറഞ്ഞാൽ ചില കൂടുതലാണ്. ചിലപ്പോ ഒരു വള്ളി കൂടെ ചാണപ്പഴേക്ക് നട്ടുന്നാല് ഒരു 20 കിലോയ്ക്ക് കുറയാത്ത ഉണ്ടാവും. വിളവ് ഭയങ്കര വിളവാ. പക്ഷെ അതിന് സ്വാദില്ല, വേഗം ഇച്ചിരി മടിയാ. അപ്പൊ നാട്ടുകാരെല്ലാരും ഓണത്തിന് ചേന പറിക്കുമ്പോൾ നമ്മുടെ ചേന നമുക്ക് ജനുവരി ഡിസംബർ ക്രിസ്മസ് ആയാലും പറിക്കാൻ പറ്റിയല്ല. അത് ഹോട്ടലുകാരോ അല്ലെങ്കിൽ ഇല്ല, അത് മാർക്കറ്റിൽ മറ്റേ ഈ കൂടുതൽ വലിപ്പമുള്ളത് മാർക്കറ്റിൽ ഓടാൻ ബുദ്ധിമുട്ടാ. എല്ലാവർക്കും ചെറിയ ചേനയാണ് വേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ സീസണിൽ ഓണ സീസണിലേക്ക് 60 രൂപ ചേന വില വന്നാൽ. അല്ല, അത് ചേന ഇല്ലാണ്ട് വന്നോണ്ടല്ലേ 60 രൂപ വന്നാൽ. അല്ല, ഓണത്തിന് സമയത്ത് നമ്മുടെ ചേന 30 നമ്മുടെ ചേന ഡിസംബർ ക്രിസ്മസും കഴിഞ്ഞ് ജനുവരി അവസാനം കിലോ ഒരു 40 രൂപയ്ക്കൊക്കെ പോവോ ആ ചേനയാ? ഇല്ല, ആ ചേനയ്ക്ക് മറ്റേ കച്ചവടക്കാർക്ക് മടുപ്പാ. ചേന ഇല്ലാണ്ട് വന്ന് പോകുന്നുള്ളതേ ഉള്ളൂ. വേറെ സൈസ് ചേനയുണ്ട്, കരണച്ചേന എന്ന് പറയും. കരണച്ചേന ആ സാധനം ഒരു ഔഷധ ചേനയാണെന്നാണ് സംഗതി പലരും അവകാശപ്പെടുന്നത്. ചില ആദിവാസികളും അങ്ങനെ പലരും അവകാശപ്പെടുന്നത്. അതിന് 1 കിലോയിൽ കൂടുതലുണ്ടോ? വലിപ്പമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് ഈ പറഞ്ഞ ചേന തട ചേർന്നു. അല്ല, നമ്മുടെ ചേനയുടെ പ്രകന്ധം വലുത് ചേർന്നും നമ്മൾ ധാരാളം കണക്കുണ്ട്. അപ്പൊ നമ്മൾ ചേമ്പ് പറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഒട്ടത്തിൽ ചേമ്പാന്നേ തോന്നുള്ളൂ. എന്നിട്ട് അത് വീണ്ടും ആ കണക്ക് നട്ടാ പോരെ? നട്ടാ മതി. അത് മുഴുത്ത തട നട്ടാൽ മുഴുത്ത ചേന ഉണ്ടാവും, ധാരാളം വിത്തുണ്ടാവും. അപ്പൊ നമ്മുടെ കൈ പുളിവെള്ളത്തിൽ മുക്കിയാലേ നമ്മുടെ കൈ ഉറിയും. പക്ഷെ ആ സാധനം പുളിവെള്ളത്തിൽ മുക്കിയേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അല്ല, കൈ ചിരണ്ടാവുള്ളൂ. പക്ഷെ ആ സാധനം ഈ ആദിവാസികളുടെ കയ്യിൽ എത്രയുണ്ടല്ലോ അവരെ കൊടുക്കൂല, അവർ വിലയ്ക്ക് കുടിക്കരുത്. അത് അവർക്ക് ഭക്ഷിക്കാനുള്ളതെന്ന് പറയണത്. ശരീര ഔഷധമായിരിക്കും. അത് ഔഷധമായിട്ട് അവരുടെ വിത്ത് പഠിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ സ്റ്റോക്ക് ഉണ്ട് ആ സാധനം, അയാളുടെ കയ്യിലുണ്ട്. അതുപോലെ നൂറോൺ എന്ന് പറയുന്നൊരു വിളയുണ്ട്, കാച്ചിൽ ഉറക്കത്തിൽ പറയുന്നത് കാട്ടുകാച്ചിലാണ്. പക്ഷെ ആ സാധനം എന്ത് വില കിട്ടിയാലും അവർ കുടിക്കില്ല. നൂറോൺ കിഴങ്ങല്ലേ? അതെ, നൂറാൻ കിഴങ്ങ്. നൂറാൻ കിഴങ്ങിന്റെ അതിസവിശേഷത അറിയാവോ? അപ്പൊ അതെനിക്കറിയില്ല. ഇന്ന് നൂറോൺ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിരിക്കാം. അതായത് ആദിമകാലത്ത് എലി പിടിക്കുന്ന ആദിവാസികള് അവര് മട പൊളിച്ചിങ്ങനെ കയറുകയാണ്. ഈ മട പൊളിച്ച് കയറുമ്പോൾ മിക്കവാറും അവരുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പാമ്പുകളൊക്കെ മടയെ കാണും. അവരുടെ ജന്മം പാമ്പ് കയറി കടിക്കും. പാമ്പ് കയറി കടിച്ചാൽ അന്നത്തെ കാലത്ത് വൈദ്യുസഹായോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ 100 കിലോമീറ്റർ അകലെയായി. ഇവരന്നേരം നൂറാൻ കിഴങ്ങ്, നൂറാൻ എന്ന് പറഞ്ഞ കിഴങ്ങ് അന്നേരം കടിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ പ്രതി സംഹാരിയാണ് വിഷത്തിന്റെ നൂറാൻ കിഴങ്ങ്. ഇന്നൊക്കെ വളരെ അപൂർവ ഇനങ്ങളിലെ നൂറാൻ കിഴങ്ങാണ്. അന്ന് ആദിവാസികളുടെ ഒരു വിദഗ്ധ
ഔഷധമായിരുന്നു. പാമ്പ് കടിക്ക ഇതായിട്ടുള്ള നൂറാം കിഴങ്ങെന്ന് പറയും. നൂറാം കിഴങ്ങിന് ചേട്ടനൊക്കെ എന്നാ ഉണ്ട് ഒരു ഇത് കൂടിയ വണ്ണം ഒന്നുമല്ല, വണ്ണമുള്ളത് പറിച്ചതല്ലേ. ഈ മഞ്ഞൾ കൃഷി ഉണ്ടല്ലോ, അതിനകത്ത് വിവിധ ഇനങ്ങൾ ഉണ്ടെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര ഇനം മഞ്ഞളുണ്ട് എന്നൊന്ന് വിശദീകരിക്കാം. മഞ്ഞൾ ഒരു 20 ഐറ്റത്തിന് മുകളിലുണ്ട്. മഞ്ഞ നിറം കൂടുതലുണ്ട്, മഞ്ഞ നിറം കുറവുള്ളതുണ്ട്. പിന്നെ പോയിട്ട് ഘടാകടി എന്ന് പറയുന്ന സംഗതി വളരെ വലിപ്പം കൂടിയ സാധനമുണ്ട്. ഈ കടാകളി ഒരു ചോട, കടാകടിയൻ കടാകടിയൻ അതൊരു ചോടന്നൊക്കെ 1 കിലോ കിട്ടിയാല് അതിനൊക്കെ പൊളി വരും. അത് കണ്ടാൽ മഞ്ഞളെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കൂവ പോലെ ഇരിക്കും. ഇങ്ങനെ ചെരിഞ്ഞ വലിപ്പം കൂടുതല. നീല നിറമുള്ളതുണ്ടോ? നീലമഞ്ഞ അത് കരിമഞ്ഞളല്ലേ? കരിമഞ്ഞളുണ്ട്. പിന്നെ അതുകൂടാതെ സംഗതി വേറെ തരം മഞ്ഞളുണ്ട്. സംഗതി എന്നാ കിലോയ്ക്ക് 3 ലക്ഷം രൂപ വിലയുണ്ടെന്ന് ചിലർ അവകാശപ്പെടുന്ന വാടാർ മഞ്ഞളുണ്ട്. ജോസേട്ടാ, ഇത് 3 ലക്ഷമല്ല, അതിൽ കൂടുതലുണ്ട് വാടാർ മഞ്ഞൾ. അതിന്റെ പ്രിപ്പറേഷൻ അത് ഉണക്കുന്ന രീതിയിൽ അത് പറഞ്ഞുതരാം. അതുപോലെ കരിമഞ്ഞൾ എന്ന് പറയുന്നത് സാധാരണ ഹിമാലയത്തിന്റെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകും. നമ്മുടെ ഉണ്ടാകും വിളവ് കുറവായിരിക്കും. ഈ കരിമഞ്ഞൾ എന്ന് പറയുന്ന സാധനമൊക്കെ ഏറ്റവും കൂടിയ ഇന്ന് ലോകത്ത് ആഭിചാര പ്രക്രിയകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അല്ല, അവരാണ് ഇതിന് മാർക്കറ്റ് ഉണ്ടാക്കിയത്. അത് ഏറ്റവും കൂടുതൽ സാധനം ഇവിടുന്ന് കള്ളക്കടത്തായിട്ടും അല്ലാതെയൊക്കെ മലേഷ്യ, അങ്ങനെ ഇന്ത്യയിലെ ചില പ്രത്യേക മതവിഭാഗങ്ങളുണ്ട്. അവരാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപയോക്താക്കൾ. പിന്നെ കരിമഞ്ഞള് കച്ചോലം പോലെ തോന്നിക്കുന്ന 2-3 ഇഞ്ച് കൊണ്ട് ഉയരം ഇല്ലാത്ത ഒരു സൈസ് കരിമഞ്ഞൾ ഉണ്ട്. അപ്പൊ കരിമഞ്ഞളിന്റെ ഒരു അങ്ങനെ ഉയരം കുറഞ്ഞ കരിമഞ്ഞള്, പിന്നെ കരിമഞ്ഞളിന്റെ ഒരു 3 ഐറ്റത്തിലുണ്ട്. വാടാർ മഞ്ഞളുള്ള ഐറ്റേ ഉള്ളൂ. ഇങ്ങനെയും വ്യത്യസ്തമായ ഇനങ്ങളെ ഇതൊക്കെ ശേഖരിക്കാനും കൃഷി ചെയ്യാനും തുടങ്ങിയിട്ട് എത്ര നാളുകളായി ജോസേട്ടാ? എനിക്ക് ഓർമ്മ വെക്കുമ്പോ എന്റെ സ്വഭാവം ഇങ്ങനെയാ. അങ്ങനെ വൈദ്യുതിയുമായിട്ട് കാരണന്മാരായിട്ട് ഉണ്ടായിരുന്നു? അതോ കാരണന്മാർക്ക് ഇത്രയും ചൊറ ഇല്ലായിരുന്നു. അങ്ങനെ ഇതാണല്ലോ അവാർഡൊക്കെ കിട്ടിയത്. പിന്നെയും വ്യത്യസ്ത രീതിയിലുള്ള പല ഇനം കൃഷി രീതികളുണ്ട്. ഇത് സർക്കാർ അറിഞ്ഞാൽ സർക്കാരിൽ നിന്നുള്ള പല ധനസഹായങ്ങളോ സർക്കാരിന്റെ പ്രശസ്തി പത്രമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ജോസിയേട്ടന് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു ധനസഹായം കിട്ടിയിട്ടില്ല. നമ്മളതിനോട് ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മളെ ശ്രമിക്കാത്തതിന്റെ പേരിലായിരിക്കാം കിട്ടാതിരിക്കുക. പക്ഷേ ആയിരിക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഒരു ഹോബി എന്ന് പറയുന്നത് ഇങ്ങനെ വ്യത്യസ്ത സംഗതി കൊണ്ടുവരിക, കൃഷി ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ആ കാലത്ത് നേരത്തെ പത്രങ്ങളിൽ എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ പത്രങ്ങൾ ഫോട്ടോ സ്വയം വരും. സാധാരണ കർഷകര് ഇങ്ങനെയെന്ന് പറഞ്ഞ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ഇതൊക്കെ ശേഖരിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ കബളിപ്പീര് അല്ലെ പെരുമുളകിന്റെ വിളവുകളില്ല അങ്ങനെയൊക്കെയാണ്. അപ്പൊ ജോസിയേട്ടന് ഇതൊക്കെ ഓരോന്ന് ശേഖരിക്കുക, അതിന്റെ തിരിച്ചറിവില് വ്യക്തമായ ബോധ്യത്തിലാണോ ഈ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ അതിന്റെ ചതിവോ കള്ളത്തരവോ ഇല്ലാത്ത ആൾക്കാരിൽ നിന്നാണോ തെരഞ്ഞെടുക്കുന്നത്? അത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ട് ഞാൻ കളക്ട് ചെയ്യാൻ പോകുള്ളൂ. ജോസിയേട്ടന് പല ഇനം വാഴകള് ജോസിയേട്ടൻ തന്നെ പറഞ്ഞ ഏതാണ്ട് 50-ൽ പരം വെറൈറ്റീസ് തരങ്ങളുള്ള വാഴകൾ. അതിലേതാണ്ട് ഏറ്റവും അടുത്തറിയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉൽപാദനം കിട്ടുന്ന ഒരു 5-10 വാഴകളുടെ ഒരു പേരെന്ന് പറയാമോ? അല്ല, ആദ്യം നമുക്ക് ഉൽപാദനം ഇല്ലാത്ത 2 നേരത്തെ കുറിച്ച് പറയാം. അത് ചെടി ഏതാണ്ട് 1 മീറ്റർ കൂടുതൽ വളരാത്ത ചില ഐറ്റംസ് ഉണ്ട്. അത് ഇപ്പൊ നല്ല കാഴ്ചക്ക് നല്ല ഭംഗിയാണ്. ഒരു ഫാൻസി ഓർണമെന്റൽ വാഴയാണ്. പിന്നെ വേറൊരു സൈസ് അതിന്റെ ഇലയുടെ മുകൾ ഭാഗത്ത് വെച്ചൊരു ചുവപ്പ് കളർ ഉണ്ടാവും. പിന്നെ പോട്ടെ ഇലയുടെ അടിഭാഗത്ത് ചുവപ്പ് കളർ ഉണ്ടാവും. അടിഭാഗം മൊത്തം ചുവപ്പ് കളറാണ്. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അതിന് കൊല മോശമാണ്. അപ്പൊ അതിന്റെ ഇല വെട്ടിയിട്ട് കമത്തിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഫാൻസി വാഴകളാണ്. പിന്നെ പോട്ടെ സംഗതി 1 മീറ്റർ കൂടുതൽ വളരാത്ത ഇല വെട്ടി കമത്തിയിടുന്നു. അപ്പൊ ആ ചുവപ്പ് കളർ കണ്ട്. പിന്നെ വേറെ ഐറ്റം വാഴയുണ്ട്. അത് എൻ്റെ ഒരു 3 അടി കൊണ്ട് ഉയരം വെക്കാറില്ല. അത് നമ്മൾ ഇടുക്കിന്നുള്ള വാഴ, പശ്ചിമഘട്ടത്തിലുള്ളതാണ്. പക്ഷെ അത് ചെറിയ കൊല ഉണ്ടാവും. പക്ഷെ അത് ഭക്ഷ്യയോഗ്യമാണ്. അതിനകത്ത് നിറച്ച് സീഡർ ഉണ്ടാവും. പക്ഷെ ആദിവാസികൾ അത് കളയാതെ ഒരു മൊത്തം കഴിക്കുവരുത്. അത് മൊത്തത്തിൽ കിഡ്നി സ്റ്റോണിനും ഒക്കെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. കല്ലുവാഴ എന്നൊക്കെ പറയുന്ന സാധനം. അതല്ല, കല്ലുവാഴയൊക്കെ വേറെയാ. ആ വാഴകൾ നമ്മളെ കാണിച്ചു തരാം എവിടെയാണ് അപ്പോൾ. പിന്നെ അടുത്തത് പിന്നെ സംഗതി സാധാരണ പൂവൻ വാഴക്കൊലയ്ക്ക് പൂവൻ വാഴയ്ക്ക പഴുത്തു കഴിഞ്ഞാൽ, കൊല പഴുത്തു കഴിയുമ്പോൾ അതിന്റെ കാ പൊഴിഞ്ഞു പോകും. പക്ഷെ കാ പൊഴിയല്ലാത്ത ഒരു സൈസ് പൂവൻ വാഴ എന്തെങ്കിലും അതിന്റെ കാ നമ്മൾ ഇരിഞ്ഞാലും പൊരിയല. കണ്ടിച്ച് തന്നെ എടുക്കണം. അതെ, ഇരിഞ്ഞൊക്കെ ചില ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ സൈസ് വാഴ അതിന്റെ കായ പഴുത്തു കഴിഞ്ഞാൽ കേടാകിയല.
അപ്പൊ നമുക്ക് പഴുത്ത് കഴിയും മിച്ചം ഉണ്ടെങ്കിൽ വെറുതെ എവിടെ ചതയാതെ കെട്ടി തൂക്കിട്ടിരുന്നാൽ മതി. അതിന് തൊലി ഞാൻ കറുത്തിരിക്കും. ഒരു 1 2 3 എത്ര ആഴ്ചകൾ കഴിഞ്ഞിരുന്നാലും പിന്നെ നമ്മൾ കായ് ഇരിഞ്ഞെടുക്കുമ്പോൾ അകത്ത് തൊലിക്ക് അകത്തുള്ള പഴത്തിന് യാതൊരു കേടുമില്ല. അത് നമുക്ക് എപ്പോ വെള്ളം കഴിക്കാം. 8-10 ദിവസമൊക്കെ അങ്ങനെ നിന്നോളും. ഇവിടെ 2 ആഴ്ച കഴിഞ്ഞും കുഴപ്പമൊന്നും സംഭവിച്ചില്ല. പിന്നെ പൂജക്കദളിയുണ്ട്. പിന്നെ സംഗതി ഐസ്ക്രീം സ്വാദുള്ള ചില വാഴകളുണ്ട്. പിന്നെ 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 കുലയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഇളം ചുവപ്പ് കളറുള്ള വാഴകളുണ്ട്. പിന്നെ പല ചുണ്ടുള്ള വാഴയുണ്ട്. പല ചുണ്ടുകൾ, ഒരു കൊലയ്ക്ക് ഒരു ചിലപ്പം 10-10ലധികം ചുണ്ടുള്ളവരാണ്. എനിക്കിവിടെ 12-14 ചുണ്ട് വരെ ഉണ്ടായി. ആ ചുണ്ടൊക്കെ കറി വെക്കാൻ ഉപയോഗിക്കാവുന്ന. നമ്മൾ അത്രയും നോക്കിയില്ല. അപ്പൊ കാഴ്ചകൾ നിർത്തിയിരിക്കുക. നമ്മൾ ഈ വ്യത്യസ്ത രീതിയിലുള്ള പല കാർഷിക വിഭവങ്ങള്, പല വാഴ ഇനങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ശ്രദ്ധ എന്നില്ല. ഒരു പണിക്കാരെ ഏർപ്പെടുത്തെങ്കിൽ അവർക്ക് തിരിച്ചറിയത്തില്ല. അവർ ഈ സാധനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞാലും അവർ മുഴുവൻ നശിപ്പിച്ചു കളയും. നമ്മളെ ആള് കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിനെ തിരിച്ചറിഞ്ഞ് പറഞ്ഞ് നിർത്തി ചെയ്യിക്കണം. അതെ, ഇല്ലെങ്കിൽ നമുക്കത് വൻ നഷ്ടവും വരികയല്ലേ. നല്ല ഭീമമായ നഷ്ടം വരും. എനിക്കിവിടെ ഒരു വാഴയിൽ 2 കൊല ഉണ്ടാകുന്ന ഒരു ഇനം വാഴയുണ്ടായിരുന്നു. JCB കയറി പൂട്ടിയപ്പോഴും ഞാൻ ആ JCB പൂട്ടുന്ന ഡ്രൈവറെ കാണിച്ചു കൊടുത്തു. അപ്പൊ മറ്റേ കൂടത്തേക്ക് സഹായി ഉണ്ട്. സഹായി പോയി തൊട്ട് കാണിച്ചു. അതിനെ സംബന്ധിച്ച് അപ്പൊ ആ വാഴ കളയല്ലെന്നൊക്കെ പറഞ്ഞു നിർത്തിയിരുന്നത്. പക്ഷെ അവര് മറ്റു വാഴ കളഞ്ഞു കൊടുത്തി അവരത് മാറ്റി പറിച്ചു കളഞ്ഞു. അങ്ങനെ അത് അന്യം വന്നു പോയി. ഇനി അതൊന്നും നമ്മളൊന്ന് അന്വേഷിച്ചാൽ കിട്ടണമെന്നില്ല. അല്ല, അത് അന്വേഷിച്ചാൽ കിട്ടുക ചിലപ്പോൾ ഇനി കാലങ്ങളിൽ വേണ്ടി വരും. ഞാൻ അന്വേഷിച്ച സംഗതി ഏതാനും മാസങ്ങൾക്ക് ആലോചിക്കാന്ന് മാത്രം തായി വരണ്ടേ. ഈ കാണുന്ന ചേമ്പേ സാധാരണ നീലത്തണ്ടുള്ള ചേമ്പുകൾ എന്ന് പറയുന്നത് വളരെ അപൂർവം. ഇതൊരു വ്യത്യസ്ത ഇനത്തിലാണല്ലോ കാണുന്നത്. ഇതിന്റെ വിവിധ വെറൈറ്റികളോ ശേഖരങ്ങളോ ഒക്കെ യോസേനുണ്ടോ ഇവിടെ? ഇതിന്റെ കിഴങ്ങുകൾ നമുക്ക് പച്ചയ്ക്ക് കടിച്ചു പൊടിച്ച് തിന്നാം. പച്ചയ്ക്ക് തിന്നാം. അപ്പൊ ചൊറിച്ചിലോ ഇതിങ്ങനെ യാതൊന്നുമില്ല. തൊലി മാത്രം തന്നെ. ഈ ചേമ്പന്റെ പ്രത്യേകത അതിന്റെ വിത്തുകൾ കറി വെക്കാം. പിന്നെ തണ്ടും കറി വെക്കാം. ചീര കറി വെക്കുന്ന തണ്ട് കറി വെക്കാം. ഇല ഉൾപ്പെടെ. അപ്പൊ ആ ചേമ്പ് സമൂലം ഉപയോഗിക്കും. അതിന്റെ വേരും തൊലിയും മാത്രമേ കളയാനുള്ളൂ. എത്ര തരത്തിലുള്ള ചേമ്പുകളുണ്ട് നിലവിൽ കൃഷിയായിട്ട്? ചേമ്പന്റെ ഐറ്റങ്ങൾ കുറെ ഉണ്ടായിരുന്നു. മുഴുവൻ ഐറ്റം ഇപ്പൊ ഈ വർഷം ഇല്ലെങ്കിലും ഇങ്ങനെ പച്ചയ്ക്ക് തിന്നാവുന്ന ചേമ്പ്, പിന്നെ ചൊറിച്ചില്ലാത്ത 2 തരം ചേമ്പുകള്, നമ്മുടെ നനചേമ്പ്, പിന്നെ പോട്ട് വേറെ ഒരു സുശീലൻ ചേമ്പ് എന്ന് പറയുന്ന ചേമ്പുണ്ട്. അതും തടയും വിത്തും ഇലയും എല്ലാം ഒന്നുപോലെ ഉപയോഗിക്കുക. അത് കറി വെക്കാൻ നല്ല 1 തരമാണ്. പിന്നെ നേരത്തെ മൂപ്പത്തുന്ന ഒരു 2-3 മാസം മൂപ്പത്തുന്ന കുഴിനിറയും ചേമ്പുകളുണ്ട്. അതൊക്കെ അതെ. പക്ഷെ അതൊക്കെ കണ്ടോരം വിളവുള്ള, ഭയങ്കര വിളവുള്ളതാണ്. അതൊരു ചോറിന് 1 കിലോ ഒക്കെ കിട്ടിയാലേ? അയ്യോ, ഒന്നൊന്നുമല്ല. ഇഞ്ചി വിത്ത് പോലെ തന്നെ ഉണ്ട്. ഇങ്ങനെ അത് 2-3 കിലോ ഒക്കെ ഉറപ്പാ. ഒരു അരവള്ളിക്കൂടൊക്കെ ഉറപ്പാ. ഈ ചേമ്പുകൾക്ക് എലിശല്യം എന്ന് പറയുന്നത് എങ്ങനെ? ഈ ചേമ്പിന് എലി കണ്ടുകൂടിയാ പിന്നെ നോക്കണ്ട, പിന്നെ മൊത്തം കൊണ്ടുപോകും. എലി നശീകരണ മാർഗങ്ങൾക്ക് ഏതെങ്കിലും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ ജോസേട്ടൻ? അതോ കൃഷിഭവൻ പറയുന്ന ചില പദ്ധതികളാണോ ഇപ്പൊ തുടരുന്നത്? സാധാരണ ഈ പറഞ്ഞ കൃഷിക്കാർ പോലും പേരും ഒന്നെങ്കിൽ എലിപിടുത്തക്കാരെ കൊണ്ട് പിടിപ്പിക്കും. അപ്പൊ മുതലാളി ചെല്ലാൻ ആളില്ല. പിന്നെ ഈ പറഞ്ഞ ഫുറഡാൻ കൊണ്ടിടും. അത് ഭയങ്കര മാരകമായ വിഷമാണ്. കാർബൈഡ് എന്ന് പറയുന്ന സാധനം. കാർബൈഡും ചിലപ്പോഴൊക്കെ വലിക്കാറുണ്ട്. കൃത്യമായ മഴയൊക്കെ ഓക്കെ ആണെങ്കിൽ സംഗതി. പിന്നെ സംഗതി വേറെ ഫിനൈൽ എന്ന് പറയുന്ന സാധനം. ഫിനൈൽ പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, വെടിമരുന്ന് കത്തിക്കുന്നവരുണ്ട്. അതിലെ മട പൊട്ടിച്ച് ഫിനൈൽ ഒഴിച്ചിട്ട് സംഗതി പറഞ്ഞ മട അടച്ചു വെക്കുകയാണെങ്കിൽ മിക്കവാറൊക്കെ പോകും. അതുപോലെ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ വേറൊരു മാർഗമുണ്ട്. നല്ല നിരപ്പിൽ ഒരു കുടം കുഴിച്ചു വെക്കുക. ഈ കുടത്തിനകത്ത് മീൻതലയും ചുട്ട മീൻതലയും തേങ്ങാക്കൊത്തും ഇത് ചതയ്ക്കും. അപ്പൊ ഇതിന്റെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ ഈ എലി ഓടി വന്ന് തീറ്റാന്നോർത്താ ഈ കുടത്തിനകത്തോട്ട് വീഴും. ഈ കുടത്തിൽ നിന്ന് ഒരു കാരണവശാലും മുകളിലോട്ട് പോകത്തില്ല. കുടം പാലിലൈസ് ഇങ്ങനെ അയക്കുന്നത് മുകളിൽ കയറും താഴോട്ട് വീഴും. അപ്പൊ നമ്മൾ രാവിലെ എന്ന് നോക്കുമ്പോൾ ഈ സാധനം ഇതിനകത്ത് കിടപ്പുണ്ട്. കുടത്തിന് ഒരു തുണി കൊണ്ട് വായങ്ങ് കെട്ടിയിട്ട് വെള്ളം ഒഴിച്ചു വിടും. അല്ലെങ്കിൽ ഒരു വയറ് കെട്ടി വെച്ച് കുടുക്കിട്ട് പിടിച്ചതിന് പുറത്ത്. കാരണം ഇതിന്റെ സ്മെല്ല് കെട്ടി എലി അവിടെ ചെന്ന് ചാടും. കുടത്തിനകത്ത് ഇങ്ങനെ അതിന്റെ പ്രതലം അറിയാമല്ലോ. അതാ മുകളിലോട്ട് കയറി താഴോട്ട് വീഴാൻ പറ്റിയല്ലോ. താഴോട്ടല്ലാതെ കയറി പോകാൻ പറ്റിയല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.